ചൂരം പെയ്യാൻ ഒരു കാഴ്ച. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി കിടിലൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കണ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യം തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ. നമ്മളിത് നിൽക്കുന്നത് തിരുവനന്തപുരം മുതലപ്പൊഴിയിലാണ്. ഫിർദോസ് എന്ന് പറഞ്ഞ വള്ളത്തിലാണ് ഞാൻ ഇന്ന് വന്നേക്കണേ കേട്ടാ. ആദ്യം തന്നെ നമ്മൾ അഴി കിടക്കുകയാണ്. ഈ ഒരു അഴിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കൂട്ടുകാർ പലരും ഉണ്ടാവും. ഇതാണ് മുതലപ്പൊഴിയിലെ മരണപ്പൊഴി എന്ന് പറഞ്ഞ അഴി. നിരവധി മരണങ്ങളൊക്കെ സംഭവിച്ചേക്കുന്ന ഒരു അഴിയാണ് കേട്ടോ ഈ ഒരു അഴി. ഇത് കാണുന്നത് നമ്മുടെ വള്ളം ഇവിടെ പുറത്ത് കയറ്റുന്നുണ്ട്. ഇതാണ് ഫിർദോസ് വള്ളം. അപ്പോൾ വള്ളത്തിലോട്ട് ഇപ്പം ഡീസൽ കയറ്റാണ്. ഡീസലും കാര്യങ്ങളൊക്കെ കയറ്റാണ് കടലിലോട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഡീസൽ കയറണ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പല കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് വള്ളത്തിൽ എങ്ങനെ ഡീസൽ കയറണ കാര്യങ്ങളൊക്കെ. ഒന്നും ഞാൻ ഇതുവരെ നിങ്ങളോട്ട് കാണിച്ചു തരില്ല. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതുപോലെ വല നിറച്ച് മീൻ കിട്ടുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡീസൽ കയറ്റണം വെള്ളത്തിലോട്ടാ. അങ്ങനെ ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചു ഇനി വെള്ളം നേരെ കടലിലോട്ട് പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇനി അതിനായിട്ട് ആവശ്യമുള്ള നമുക്ക് ഭക്ഷണത്തിനുള്ള അരിയും സാധനങ്ങളും അതുപോലെ വെള്ളം ഇതൊക്കെ നേരെ കരിയർ വെള്ളത്തിലോട്ട് കയറ്റിയിട്ട് പണിക്കാരെല്ലാവരും കൂടി കയറി നേരെ കടലിലോട്ട് നമ്മുടെ വള്ളത്തിലോട്ട് പോകും. അവിടെ നിന്നാണ് നമ്മൾ നേരെ മീൻ പിടിക്കാൻ വേണ്ടി പോണേട്ടാ. കടലിനുള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വെള്ളമായാലും ഒന്നും ഉണ്ടാവില്ല. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം കയറ്റി ഇനി പണിക്കാരെല്ലാവരും കൂടി കയറി നമ്മൾ നേരെ വലിയ വെള്ളത്തിലോട്ട് കയറി പോകാൻ വേണ്ടി പോവേണ്ട. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വള്ളം നേരെ കടലിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ പോകണാണ്. പിന്നെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമാവും. അതുപോലത്തെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വള്ളത്തിൽ നിന്ന് നടന്നേക്കണത്. കരിയർ വെള്ളം നേരെ വള്ളത്തിൻ്റെ പുറകിലോട്ട് കെട്ടിന് കടലിലെ ഉള്ളിലോട്ട് മീൻ പിടിക്കാനായിട്ട് വള്ളം വലിയ വെള്ളം ഓടിപ്പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മൾ ആങ്കറിൽ കിടന്നതാണ് ഈ ഒരു റോപ്പ്. അപ്പോൾ അത് അടയാളമായിട്ട് കാണാൻ വേണ്ടി അവിടെ ഒരു ജഗ്ഗും കെട്ടിയിട്ട് നേരെ നമ്മളിനി വള്ളം സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. കുറച്ച് പേരും കൂടി വള്ളത്തിൽ കയറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരെയും കൂടി ഇതേ ചെറുവള്ളം പോയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവരെയും കൂടി നേരെ വെള്ളത്തിലോട്ട് കയറ്റാൻ കേട്ടോ. വലിയ വെള്ളത്തിലോട്ട് കയറണം എല്ലാവരും. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും പണിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വള്ളത്തിൽ ഇങ്ങനെ വരിയായിട്ടൊക്കെ നിൽക്കുകയാണ്. എല്ലാവരും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട. ഇതാണ് നമ്മുടെ ആര്യക്കാരൻ സലീമിക്ക. അതുപോലെ ക്യാപ്റ്റൻ എന്ന് പറയാം. ബോട്ടിൽ സ്രാങ്കിനാണ് പൂർണ്ണ അധികാരമെങ്കിൽ വള്ളത്തിൽ ആര്യക്കാരനായിരിക്കും. അതിൻ്റെ അപ്പുറം നിൽക്കുന്നത് ബോട്ട് ഓടിക്കുന്നത് ആളുടെ ചേട്ടനാണ്. മീൻ പിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ആര്യക്കാരൻ തന്നെയാണ്. ആൾ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ബാക്കി 10-40 പേര് നിൽക്കുമല്ലോ കേട്ടോ. അങ്ങനെ വള്ളം നല്ല സ്പീഡിൽ കടലിലോട്ട് കയറി ചെന്ന് മീൻ കണ്ട് നല്ല കീടിലൻ ചൂരട പെലപ്പുതേ വള്ളം അഴിച്ചു വിടാൻ പറഞ്ഞിട്ട് ചെറിയ വള്ളം അഴിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ്. ഇനിയുള്ള കാഴ്ച നിങ്ങൾ കണ്ട് തന്നെ അറിഞ്ഞോട്ടാ.
കണ്ട ഇത് നോക്കിയ ചാകരായിട്ട് നോക്കിയേ നിറച്ച് ചൂല പെയ്യണ ഒരു കാഴ്ചയാണ്. നിറച്ച് കടലിൽ കിടന്ന് വെട്ടി പെയ്യണ. അങ്ങനെ ആര്യക്കാരൻ്റെ നിർദ്ദേശപ്രകാരം വല മൊത്തമായിട്ട് കറക്കി അടിച്ച് മീൻ വലക്കുള്ളിലായി. ഇനിയും മീന പുഞ്ഞാട് നമ്മുടെ വല മൊത്തമായിട്ട് കമ്പ കയറണ വരെ മീൻ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ആള് പായും എന്ന് പറയും. അതായത് മീനെ പേടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആള് വെള്ളത്തിൽ ചാടുന്ന ഒരു കാഴ്ചയുണ്ട്. ഇനിയുള്ള പരിപാടി അതാണ്, ഈ കമ്പ കയറണ വരെ കേട്ടാ. ഈ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ വലക്കുള്ളിൽ മീൻ പെട്ടെന്നുള്ള ഇത് കണ്ടപ്പോൾ ഒരു ആവേശം കേട്ടാ. അപ്പൊ കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കമ്പ കയറണമെന്നുള്ളത്. അത് കമ്പയെന്ന് പറഞ്ഞാൽ ഈ റോപ്പ് മൊത്തമായിട്ട് കയറി റിങ്ങെല്ലാം വരുമ്പോ മീൻ പിന്നെ വലക്കുള്ളിൽ 100% ഉറപ്പായി. ഇപ്പം ഏകദേശം ഒരു 50% മാത്രമാണ് മീൻ വലക്കുള്ളി പെട്ടേക്കണത്. അപ്പം ഈ മീൻ വലക്കുള്ളിൽ നിന്ന് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. മീൻ അങ്ങോട്ട് ദൂരേക്ക് നിർത്തി പേടിപ്പിച്ച് നിർത്തും. ആ ഒരു കാഴ്ച കഴിഞ്ഞ് കമ്പ മൊത്തമായിട്ട് അല്ലെങ്കിൽ ഈ റോപ്പും റിങ്ങും മൊത്തമായിട്ട് കയറി കഴിഞ്ഞാൽ 100% മീൻ നമ്മുടെ വലക്കുള്ളിലായി. അങ്ങനെ വീഞ്ചിൽ ഇത് റോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കമ്പയൊക്കെ എടുത്തത് റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കയറാറായി. അതായത് കയറി തീർന്ന് ഇനി 100% നമ്മുടെ മീൻ വലക്കുള്ളിൽ പെട്ടെന്ന് ഉറപ്പായിട്ട. ഇനി ഈ വലക്കുള്ളിൽ നിന്ന് മീൻ പോകൂല. അപ്പം ഇങ്ങനൊരു വീഡിയോ കുറേ നാൾക്ക് ശേഷമാണ് ലൈലാൻഡ് വള്ളത്തിൽ ഈ ചൂര അഥവാ ടൂണ അല്ലെങ്കിൽ കുടുത എന്ന് പറഞ്ഞ ഈ ഒരു മീൻ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ടൊക്കെ എത്തിക്കണേട്ടാ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ല ശക്തിയായിട്ട് ഈ വല പിടിച്ച് കയറുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ ഓരോ ഈണത്തിലും താളത്തിലും പാട്ടൊക്കെ പാടി നല്ല ആവേശത്തിൽ ഒത്തുചേർന്ന് ഒരുമിച്ച് വല പിടിച്ച് കയറണ ഒരു കാഴ്ചയാണ്. അപ്പം ഈ ഓരോ വല പിടിച്ച് കയറുന്ന സമയത്തും ഈ വല ഇതുപോലെ ശക്തിയിൽ കയറാൻ ആവേശം കൊടുക്കണതേ ഈ മീൻ കൂട്ടമാണ്. മീനിങ്ങനെ വലക്കുള്ളിൽ കിടന്ന് പൊന്നു മക്കളെ ഇതുപോലെ ചാട്ടി കളിക്കുമ്പോണ്ടല്ല കടലിൽ പോണവർക്ക് വല പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആവേശം
കൂടുതലായിരിക്കും. അങ്ങനെ ഈ ഒരു വലയിൽ പ്രത്യേകിച്ച് കിട്ടിയൊരു മീനാണ് നമ്മുടെ കിളിമീൻ കേട്ടാ. അതാകെ ഒരെണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ വല ഇവിടെ അടുത്ത വലക്ക് അടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കണേം കൂടി ഒരു കാഴ്ചയാണ്. അങ്ങനെ വല മൊത്തത്തിൽ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനിയുള്ള കാഴ്ച വലക്കുള്ളിൽ മീനോടെ ഒരു അടി പൊളിക്കിട്ടില്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ വലയെല്ലാം പിടിച്ച് കയറ്റി വല ചുരുങ്ങി. ഇനിതേ മാലിയിൽ നമ്മുടെ സ്രാങ്ക് ആര്യക്കാരൻ നമ്മുടെ സലീമിക്കതേ മീൻകോരി ചെറുവള്ളത്തിലോട്ട് ആക്കണ ഒരു കാഴ്ച കേട്ടാ. അതിൽ ചേർക്കാതെ ആദ്യത്തെ മാലി കോരി ഇനി രണ്ടാമത്തെ മാലി കോരാൻ വേണ്ടി പോവേണ്ട. അപ്പം ഈ മാലി എന്ന് പറയണത് ഈ ഒരു സംഭവമാണ്, ഈ വല അത് വെച്ച് മീൻ കോരി എടുക്കണേ കേട്ടാ. അപ്പുറത്തെ അതിൻ്റെ പേര് മൊത്തത്തിൽ എടുത്തിട്ട് വേക്കില്ല വിടുക വേക്കില്ല വിടുക
അങ്ങനെ നമ്മുടെ ആര്യക്കാരൻ സലീമിക്കത് മീൻ വാരി വള്ളത്തിലോട്ട് കയറ്റി. ഇനിയും നല്ല പെടച്ചൊളിക്കുന്ന ചൂരക്കുട്ടന്മാർ. പിന്നെ ഈ ഒരു ഫിർദോസ് വള്ളം നമ്പർ 1ഉം 2ഉം ഇക്ക തന്നെയാണ് ഇതിൻ്റെ ഓണർ കേട്ടാ. ഇവർ 3 ചേട്ടനനിയന്മാരാണ്. 2 പേരെ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പരിചയപ്പെടുത്തി. ഒരാൾ വേറെ വള്ളത്തിൽ പോയേക്കണം, അതായത് നമ്പർ 1ൽ പോയേക്കേട്ടാ. അങ്ങനെ പെടക്കണ ചൂരക്കുട്ടന്മാരുടെ വള്ളത്തിലോട്ട് 1 2 3 4 5 കള്ളി നമ്മൾ നിറച്ച് 6ാമത്തെ കള്ളിയിലോട്ട് നിറക്കാൻ വേണ്ടി പോവേണ്ട. ഇനിയുള്ള അവസാന കലാശക്കൊട്ട് എന്ന് പറഞ്ഞത് മീനെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിയിട്ട് ചെറുവള്ളത്തിലോട്ട് അങ്ങോട്ട് തട്ടിക്കയറ്റി അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടി പോകണം. ഒറ്റ പരിപാടി എല്ലാം കൂടി അങ്ങോട്ട് ഒറ്റ അങ്ങോട്ട് മറിക്കോട്ടാ. അങ്ങനത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വറ്റക്കുട്ടന്മാരെടുത്തിട്ടുണ്ട് കൊട്ടക്കാത്ത്. അങ്ങനെ വറ്റക്കുട്ടന്മാരെ വെട്ടി ക്ലീൻ ആക്കണ ഒരു കാഴ്ചയാണ്. നല്ലൊരു അടിപൊളി മീൻകറി വെക്കാൻ വേണ്ടി പോവേണ്ട. ഈ ഒരു സമയം മീൻ വെട്ട് നല്ല മുറക്ക് നടന്നുകൊണ്ടിരിക്കണം. ആ മീൻ വെട്ടി അതിൻ്റെ വേസ്റ്റും കുടലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കളഞ്ഞ് ഇവിടെ കലത്തിലോട്ട് ഓരോന്നിടണം. അത്യാവശ്യം നല്ല വലിയ കഷ്ണം ഉണ്ടാവും. ഒറ്റ മീൻ 2 കഷ്ണമാണ് ആകെ ആക്കണത്. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരു 5ഉം 6ഉം 7ഉം കഷ്ണമൊക്കെ ആക്കും. ഇവിടെ വള്ളത്തിൽ ആകെ 2 കഷ്ണമാണ് ആക്കണേട്ടാ ഇത്രയും വലിയൊരു മീനട്ടാ. അങ്ങനെ ഇനി വറ്റക്കുട്ടന്മാരെ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. എങ്കിലും അതിൻ്റെ ചോരയും കാര്യങ്ങളൊക്കെ പോവുള്ളൂ. അപ്പം അതിന് നമ്മൾ പൈപ്പ് തുറന്നിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കേണ്ട. ശരിക്കും ആ കൊട്ടയിലിട്ട് കിലുക്കി കഴുകേണ്ട. മീനിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി കൊട്ടയെടുത്തൊരു കലത്തിലോട്ട് വെച്ചേക്കണം. അപ്പോൾ ആ വെള്ളം ഊർന്നിങ്ങനെ ഇറങ്ങി പൊക്കോളോട്ടാ.
ഇനി മീൻകറി റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയുള്ള ടൂൾസൊക്കെ റെഡിയാക്കി എടുക്കണം. അതായത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയാക്കി എടുക്കേണ്ട. അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം. കടൽക്കൊമ്പൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി അങ്ങനെ നല്ല അടിപൊളി കിടിലൻ വീഡിയോകളായിട്ടാണ് വരാൻ കിടക്കുന്നത്. അങ്ങനെ കറിക്കുള്ള പച്ചമുളകായാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ഏകദേശം അരിഞ്ഞെല്ലാം ഒതുക്കിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞിതായിട്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞിട്ടാണ്. പിന്നുള്ള സവാളയാണ്. അത് ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഫഹദിക്ക് നല്ലതുപോലെ വെട്ടി അടിപൊളിയാക്കി കഴിഞ്ഞിട്ടാണ്. ഇനി മീൻകറി വെക്കണം. ഈ ഒരു സമയം കഞ്ഞി റെഡിയായിട്ടുണ്ട്. അരി വെന്ത് കഴിഞ്ഞ് ഇനി ഇതങ്ങോട്ട് ഊറ്റി മാറ്റിയാൽ മതി. പിന്നെ എല്ലാവരും വല അടിച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ കഞ്ഞിയായിട്ടുള്ളവർ കഞ്ഞിയായിട്ട് കുടിക്കും, ചോറായിട്ടുള്ളവർക്ക് ചോറ് അത് ഊറ്റി മാറ്റും. അപ്പോൾ അത് മീൻകറിയും കാര്യങ്ങളൊക്കെ റെഡിയാകുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കും. ഇനിയാണ് മക്കളെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ മീൻകറി. കലം വെച്ച് വെളിച്ചെണ്ണ അങ്ങാട് ഒഴിച്ച് ഇനി അതിനകത്തോട്ട് പച്ചമുളകും അരിഞ്ഞിട്ട വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് വയറ്റിയെടുക്കാൻ വേണ്ടി പോവേണ്ട. അപ്പം കറിയൊക്കെ വെക്കണം നമ്മുടെ പകുതിക്കാണ്. ഇക്ക നല്ല അടിപൊളിയായിട്ട് മീൻകറി വെച്ച് അങ്ങോട്ട് തരും കേട്ടാ. വയറ്റ് റെഡിയാക്കിയ അതിനകത്തോട്ട് കറിവേപ്പിൻ്റെ ഇല കുറച്ചങ്ങോട്ട് കിള്ളി അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട. കറിക്ക് നല്ലൊരു മണവും അതുപോലെ നല്ല രുചിയും കിട്ടും. ഇനി ഇതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞ സവാള കുട്ടന്മാരങ്ങോട്ട് തട്ടി അങ്ങായിട്ട് കൊടുക്കണം. അത്യാവശ്യം ഇത്തിരി കൂടുതൽ സവാള ഉണ്ട് കേട്ടാ. ഇനി ആവശ്യത്തിന് ഉപ്പിടയാണ്. പൊടിക്കൂട്ടുകളുടെ വരവാണ്. പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് ഉപ്പിടുമ്പോൾ വേഗം സവാള വാടി കിട്ടാനായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇനി കയ്യിലുകൊണ്ട് അങ്ങോട്ട് അടുക്കി പിടിക്കാണ്ട് ശരിക്കും ഇളക്കി മറിക്കണ ഒരു കാഴ്ച കേട്ടാ. സവാളയൊക്കെ ശരിക്കൊന്ന് വാടാൻ വേണ്ടി മൂടി വെച്ചങ്ങാട് വാടി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം തീയൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് കൊടുത്തേക്കണേ കേട്ടാ. കറി വെക്കണതിൻ്റെ ഇടയിൽ ഇവിടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും അച്ചാറൊക്കെ ഇട്ട് കഴിച്ചു തുടങ്ങിയിട്ടാ. കുറച്ച് പേരൊക്കെ വലയിൽ കിടന്നുറങ്ങിയാണ്, കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. നോൻപും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പേർക്ക്. അപ്പം അതുകൊണ്ട് അവർക്കൊന്നും കറി കൂട്ടാനൊന്നും പറ്റില്ല. ബാക്കി കുറച്ച് പേർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കറിയൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ. നോൻപെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ ഏകദേശം ഒരു 5-6 പേര് നോൻപ് എടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ തക്കാളിക്കുട്ടന്മാരൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങനെ അടുക്കി പിടിക്കാണ്ട് ശരിക്കും അങ്ങനെ ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളുടെ വരവാണ്. പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് ഞങ്ങൾ മിക്സാക്കി എടുക്കുകയാണ്. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൂടി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് അടുക്കി പിടിക്കാണ്ട് കരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടി ശരിക്കും അങ്ങോട്ട് മിക്സാക്കി ഇനി അത് ചാറാക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ട. വാളംപുളിയാണ്, കുടംപുളിയല്ല ഇട്ടിട്ടുണ്ട് ഇവർ. വാളംപുളിയൊക്കെ ഇട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചാറ് പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചാറ് അങ്ങോട്ട് ഇളക്കുമ്പോൾ നമ്മുടെ വറ്റക്കുട്ടന്മാർ ഇട്ട് കൊടുക്കോട്ടാ. നല്ലതുപോലെ എല്ലായിടത്തും കൊള്ളിച്ചുകൊണ്ട് വറ്റക്കുട്ടന്മാരങ്ങോട്ട് വാരി ആ ചാറിലോട്ട് അങ്ങോട്ട് മുക്കിയിട്ടേക്കണം. നല്ല കുടുകുടൂന്നും പറഞ്ഞ് തിളക്കണ മീൻ കറി കിടന്ന വറ്റ കിടക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വായിൽ കപ്പലോട്ടണം. നല്ലൊരു മണം തന്നെ ആ മീൻ കറിക്ക് ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. ഇനി ഇവന്മാരൊന്ന്
തിളച്ചങ്ങാട് വരാനുള്ള ക്ഷമ പോലും ആർക്കുമില്ല. കാരണം എല്ലാവരും ഈ മണം കേട്ടൊക്കെ തന്നെ എനിക്ക് തുടങ്ങിയിട്ടാ. കുട്ടൂന്നും പറഞ്ഞിങ്ങനെ തിളച്ച മീൻ കറി ശരിക്കും ചാറിലോട്ട് ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട പകുതിക്ക. ഇക്ക നല്ല അടിപൊളിയായിട്ട് മീൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ കറി കഴിച്ച് നോക്കിയ ഒരാളായതുകൊണ്ട് നിങ്ങളോട് ഈ പറയണട്ടാ. അങ്ങനെ പറഞ്ഞ് നിൽക്കലെ കറി തിളച്ചപ്പോൾ എല്ലാവരും മെയിനായിട്ട് ചോറൊക്കെ എടുത്ത് നമ്മുടെ സ്രാങ്കിൻ്റെ ചേട്ടനെ ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ ചോറായിട്ട് വേഗം വന്നിട്ടാ. അങ്ങനെ ഇക്കത് വേഗം തന്നെ ആക്ക് കറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വറ്റ കഷ്ണമാണ്. അപ്പോൾ ആദ്യം തല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണമോ 3 കഷ്ണമോ ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് വള്ളത്തിൽ എല്ലാവർക്കും വയറ് നിറച്ച് ചോറും വയറ് നിറച്ച് മീൻ കറിയും കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ തന്നെ മീൻ കറിയൊക്കെ വെക്കുമ്പോഴും പിശിക്കൊന്നും വെക്കൂല, നല്ലപോലെ മീനൊക്കെ കറി വെക്കും. അങ്ങനെ അവസാനം എനിക്കും വിശന്ന് തുടങ്ങി കേട്ടാ. ഈ ഒരു മീൻകറിയുടെ മണവും കാര്യങ്ങളും കേട്ടിട്ട് എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. വേഗം തന്നെ ഞാനും ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ചൂടൻ ചോറ് അങ്ങോട്ട് അതിനകത്തോട്ട് ഒരു മീൻ്റെ തലയും ഒരു വാലും പിന്നെ ഇത്തിരി ചാറും കൂടി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് തന്നട്ടാ. ഈ ഒരു സമയം എല്ലാവരും ചോറൊക്കെ എടുത്തു തുടങ്ങി. എല്ലാവരും ഓരോ സൈഡിലൊക്കെ ഇരുന്ന് കഴിച്ചു തുടങ്ങി കേട്ടാ. നോൻപുള്ളവരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. ബാക്കി എല്ലാവരും ഓരോരോ സൈഡിലൊക്കെ പോയി ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങളും ഒരു സൈഡിലോട്ട് മാറിയിരുന്ന് നല്ല ചൂടൻ ചോറും വറ്റക്കറിൻ്റെ കുഴച്ചങ്ങാട് പിടിക്കുകയാണ്. ആഹാ അടിപൊളിയാണ്. ആ ചിരി തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി മീൻ കറിയാണെന്ന്. ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനും എടുത്ത് നല്ല വലിയൊരു തല, ആ തലേന്ന് ആ കണ്ണ് തന്നെ അങ്ങനെ കിള്ളി അങ്ങനെ കഴിക്കും. നല്ല അടിപൊളിയാണ്, ജെല്ലാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് മീനിൻ്റെ കണ്ണും തലയും കഴിക്കാനായിട്ടാ. നല്ല ചൂടോടുകൂടിയ കറിയാണ്. അങ്ങനെ കൈ അങ്ങോട്ട് പൊള്ളിയാണ്. പിന്നെ അടുത്തൊരു കണ്ണും കൂടി എടുത്ത് അങ്ങോട്ട് ഊതി അങ്ങോട്ട് കഴിച്ച് പിന്നെ ഇത്തിരി ചോറ്, ആ ചാറ് നല്ല അടിപൊളി മീൻ കറിയുടെ ചാറാണ്. അതും കൂടി കൂട്ടി അങ്ങോട്ട് പിടിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരുല്ല. പൂ പോലത്തെ വറ്റേട്ടാ ചവച്ചരച്ച അങ്ങനെ കഴിക്കും വേണ്ടില്ല. എന്താ സ്വർഗം നല്ല സ്വർഗം. നമുക്കിനി ഈ ഒരു സമയം നമ്മുടെ വലയൊക്കെ അടിച്ച വലയും കാര്യങ്ങളൊക്കെ തട്ടിക്കാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയാണ് വല അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വല തിരിച്ച് കയറ്റണത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ നേരത്തെ കാണിക്കേണ്ടതാണ്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട്ട് കാണിക്കുകയാണ്. നമ്മുടെ സലീമിക്കയും കൂടി വേഗം വല കയറ്റണം. അപ്പോൾ ഈ വല കയറ്റുന്ന സമയത്ത് വല ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറകിലിരുന്ന് എല്ലാവരും കൂടി വലപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യോട്ടോ. അതുപോലെ തന്നെ ഈ വല ഇറക്കാനും പിടിച്ച് കയറ്റാനൊക്കെ 2 പേര് വെള്ളത്തിലൊക്കെ നിൽക്കും. അപ്പോൾ ഈ ഒരിക്കലും സ്ഥിരം വെള്ളത്തിൽ തന്നെയാണ് ആൾക്ക് കൂടുതലും വെള്ളത്തിലെ പണിയാണ് കേട്ടോ. പിന്നെ കമ്പയില നമ്മുടെ ചുറ്റണ റോപ്പ്, ഇതിനെ പല നാട്ടിലും പല പേരാണ് പറയണത്. പമ്പരം എന്ന് പറയും. ഇവിടെ നമ്മളെയൊക്കെ അവിടെ പമ്പരം എന്ന് പറയണത്. ഇവിടെ എന്താ പേരെന്ന് പറയണത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അങ്ങനെ അതെല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം ഒതുങ്ങി അങ്ങനെ ഏകദേശം നമ്മൾ കരയിലോട്ട് എത്താറായി. അപ്പോൾ ഇതും സ്രാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരോടും ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ നല്ല അടിപൊളി കിടിലം വീഡിയോ ഒക്കെ വരും. അതുവരെ ടാറ്റാ.